കാലാവസ്ഥാ വ്യതിയാനം രാജ്യത്തിന്റെ ഒട്ടുമിക്ക മേഖലകളിലും വരൾച്ചയ്ക്ക് കാരണമായി. ജമ്മുകാശ്മീരിൽ പോലും വെള്ളം ലഭിക്കാതെ കൃഷിനാശമടക്കം നേരിടുന്നു. മുമ്പില്ലാത്ത തരത്തിലാണ് രാജ്യത്ത് വരൾച്ച പിടിമുറുക്കിയത്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായ സിക്കിമിലും അസമിലും മേഘാലയയിലും കനത്ത മഴയും വെള്ളപ്പൊക്കവും ജനജീവിതമാകെ ദുരിതത്തിലാണ്. എന്നാൽ കുടിക്കാൻ പോലും തുള്ളി നീരില്ലാതെ ഉത്തരേന്ത്യൻ ജനങ്ങൾ വലയുകയാണ്. മുൻ വർഷങ്ങളൊന്നും ഇല്ലാത്ത തരത്തിൽ ഇത്തവണ വരൾച്ച രാജ്യത്താകെ പിടിമുറുക്കിയപ്പോൾ ജമ്മു കശ്മീർ പോലും വറ്റി വരളുകയാണ്. വേണ്ടത്ര മഴ ലഭിക്കാതായതോടെ കശ്മീരിലെ കൃഷിയടക്കം പ്രതിസന്ധിയിലായെന്ന് നാട്ടുകാർ പറയുന്നു. अभी हम सब्जी लगाई हुई है, पानी की व्यवस्था हमारे पास नहीं है, हमारी नहर बंद है। सब्जियां लगाई हुई है, भिंडी लगाई है, बैंगन लगाया, लौकी लगाई है, कुसुम्बर लगाई है, सारी सूख रही है। पानी की व्यवस्था हमारे पास कुछ नहीं है, हमारी नहर बंद है अभी। പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, ഡൽഹി, മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സ്ഥിതി രൂക്ഷമാണ്. ഡൽഹിയിൽ വെള്ളത്തിനായി കുടിവെള്ള ടാങ്കറുകളെ ആശ്രയിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. പണം നൽകിയാൽ പോലും വെള്ളം കിട്ടാക്കനിയാണ്. യമുന നദിയിലടക്കം ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. രാജ്യത്തെ ഒട്ടുമിക്ക നദികളും വരൾച്ചയുടെ പടവിലാണ്. വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ മഴ ലഭിക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ വിശ്വസിച്ചാണ് ജനങ്ങൾ മുന്നോട്ട് നീങ്ങുന്നത്. ഇനി മഴ ലഭിച്ചില്ലെങ്കിൽ കാര്യങ്ങൾ കൂടുതൽ പ്രതിസന്ധിയിലാകും. ജനം, ഡൽഹി.